ഹലോ. ഹലോ. എടി ചക്കരെ, എന്താണ്? നീ എന്തെടുക്കുന്നു? ഞാനിവിടൊക്കെ തന്നെ ഉണ്ട്. എന്ത് പറ്റി? അതേ, ആ, ഞാൻ കുറേ ദിവസം കൊണ്ടൊരു കാര്യം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്താണാവോ? നിന്നെ ഒന്ന് നേരി കാണണമെന്ന്. കണ്ടിട്ട് എന്തിനാ? കണ്ടിട്ട് കുറച്ചു നേരം സംസാരിക്കണം. എന്താ ഇപ്പൊ സംസാരിക്കണില്ല നിങ്ങള്? അങ്ങനെയല്ലല്ലോ, പിന്നെ എങ്ങനെയാണാവോ? നേരിൽ കാണുമ്പോൾ കുറച്ചും കൂടി അധികം സംസാരിക്കാമല്ലോ. ഫോണിൽ അഞ്ചാലും കുറച്ചധികം സംസാരിക്കാം. നമുക്ക് എത്ര വേണമെങ്കിൽ സംസാരിക്കാം. അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ്? അതെ, ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ എനിക്ക്? നിങ്ങൾ വിചാരിക്കണേ എനിക്കെങ്ങനെ അറിയാനാ? അടുത്തിരുന്ന് സംസാരിക്കുമ്പേ കുറേ നേരം സംസാരിക്കും. കാര്യം എനിക്ക് പിടികിട്ടി. എന്ത് പിടിയിട്ട് എനിക്ക്? എന്നെ കാണാൻ വേണ്ടിട്ടല്ലേ? കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല, പോടും. ഇതാ ഞാൻ പറഞ്ഞ എനിക്ക് റൊമാൻസ് ഇല്ല. ഈ ഒട്ടും പ്രാക്ടിക്കലല്ല. എനിക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ. ഓ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു മുമ്പ്? എല്ലാം ഞാൻ തന്നെയല്ല പറഞ്ഞു തരണ്ടേ. അതിനൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഞാൻ ഒന്നും പറഞ്ഞു തരികയല്ല. ഇത്രയും കാലം പറഞ്ഞു തന്നിട്ട് ഒരു ഇമ്പ്രൂവ്മെൻസും ഇല്ല എനക്ക്. ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാണ് എന്നോട് സംസാരിക്കുന്നതും എല്ലാതും. ഇപ്പൊ എന്താ ഞങ്ങളെ കാണാൻ വരണം, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അത് നമുക്ക് നോക്കാലോ. ഇതാദ്യമേ അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്രയും സംസാരിക്കാതിരിക്കുമായിരുന്നു നിന്നോട് ഇത്രയും നേരം. ഇത് കേൾക്കാൻ രസല്ലേ? പിന്നെ ഭയങ്കര രസമാ. എൻ്റെ വായിരിക്കുന്ന നിൽക്കുമ്പോൾ അല്ലേ രസം ഓടുന്നു. നിങ്ങളെ വായന്ന് കേൾക്കുമ്പേ ഒരു പ്രത്യേക ഒരു സുഖം. ആ സുഖമല്ലാണ്ട് അങ്ങോട്ട് സഹിക്കണ്ട. പിന്നെ കാണാൻ വരുമ്പോ ഈ എന്താ കൊണ്ടുവരാ? കാണാൻ വരുമ്പോ എന്താ കൊണ്ടുവരാ? നിനക്ക് എന്താ വേണ്ടത്? ഈ വെറും കൈയോടെ ഇങ്ങോട്ട് വരുന്നേ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ആശേ, ഞാൻ കരുതി എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുമെന്ന്. അല്ല, നിങ്ങൾ വരുമ്പോ എന്താ കൊണ്ടുവരാ? ഞാൻ വരുമ്പോ എനക്ക് വലിയൊരു ഗിഫ്റ്റ് കൊണ്ടുവരാം. അപ്പൊ ഞാനും നിങ്ങൾക്ക് വലിയൊരു ഗിഫ്റ്റ് കൊണ്ടുവരാം. ഞാൻ പറഞ്ഞു കേട്ടിട്ട് പറയാണ്ട് എൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ പറയും. എന്നാലേ നിങ്ങൾക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് ഇട്ട് വരാം. അതിപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ വിപരീതമല്ലേ? സ്വന്തമായിട്ട് അതൊന്നും ഇല്ലേ, തലയിലും ഇല്ല. പറയുന്ന ആൾക്ക് ഭയങ്കരമായല്ലോ. അക്കെൻ്റെ ഡയലോഗ് എടുത്ത് പറയാറ് ഫോൺ വിളിക്കുമ്പോ ഒക്കെ. ഓ ആയിക്കോട്ടെ. ആയിക്കോട്ടല്ല, കോഴിക്കോട്. എന്നാലും വേണ്ടിയില്ല, ഞാൻ പറയണ്ടല്ലോ നല്ലതായിട്ട്. നല്ല രണ്ട് വർത്താനം പറയുമ്പോ ഈ മിണ്ടാണ്ടിരിക്കൂലേ? അത് കേൾക്കാൻ രസമല്ല കോയി. അതുകൊണ്ടാണ് മിണ്ടാത്തത് ഇപ്പൊ വിളിച്ചാല്. എന്നിട്ട് പറയും ഞാനും പറഞ്ഞൊന്നുമില്ല. അതെ, ഉറപ്പായിട്ട് വരണം കേട്ടോ. എന്താ? ഉറപ്പായിട്ട് വരണോന്ന്. ഉറപ്പായിട്ട് വരും. എപ്പോ വരുന്നേ? അല്ല, എപ്പോഴാ വരണ്ടേ? അത് ഈ ചോദിച്ചില്ലല്ലോ. എപ്പോഴാ വരണ്ടേ? അതൊക്കെ സർപ്രൈസാ, മെസ്സേജ് ആയിട്ട് വരും. എവിടെ വരണ്ടേ? അതൊക്കെ സീലായിക്കൂലേ? അനക്ക് ബുദ്ധിയില്ലാന്ന് പറയുന്നതുകൊണ്ടാ.